ഈ വീഡിയോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചല്ല, പകരം 2024 കടന്നുപോയിട്ടുള്ള നിരവധി സംഭവങ്ങളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്കിതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. കൂടാതെ 2024 ഡിസംബർ 31 7 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും 2024 നിങ്ങൾ മറന്നുപോയ സംഭവങ്ങളെ ഓർക്കാൻ ഇതൊരു പക്ഷേ സഹായിച്ചേക്കും. അതിൽ പല സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി വീഡിയോ എടുത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര വിശദമായി നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അത് അന്തർദേശീയവും ദേശീയവും സംസ്ഥാനത്തും നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. 2024 ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വർഷമായിരുന്നു എന്ന് നമുക്ക് പറയാം. ലോകത്ത് തന്നെയുള്ള ജനസംഖ്യയുടെ ഏതാണ്ട് ഒരു 40% ആളുകൾ വോട്ട് ചെയ്ത ഒരു വർഷമാണ് കടന്നുപോയത്. ബംഗ്ലാദേശും ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള തുർക്കിയും അതുപോലെ തന്നെ ഇന്തോനേഷ്യയും അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇന്തോനേഷ്യയിൽ പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഒരു പട്ടാള മേധാവി, അദ്ദേഹത്തിൻ്റെ ഇമേജ് തന്നെ റീബിൽഡ് ചെയ്തുകൊണ്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഗമോയ്, അതായത് ആർക്കും ഇഷ്ടപ്പെടുന്ന, കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഒരു മുത്തച്ഛനായി മാറിക്കൊണ്ട്, അതും ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമം ഉപയോഗിച്ച് ഒരു ഇമേജ് ബിൽഡിംഗ് നടത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ അധികാരത്തിലേക്ക് കയറിയത്. ഇത് നമ്മുടെ ഈ ലോകത്ത് നടന്ന ഇലക്ഷനിലെല്ലാം തന്നെ ഇപ്പോൾ ടിക്ടോക്ക് ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇലക്ഷൻ എന്ന് വിളിക്കാവുന്ന രീതിയാണ്. എർദോഗാൻ്റെ തുർക്കിയിൽ നടന്നിട്ടുള്ള ഇലക്ഷനിൽ വലിയ ഭൂകമ്പത്തിന് ശേഷം എർദോഗാനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എർദോഗാൻ അവിടെ ഏതാണ്ട് 1,40,000-ഓളം വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ മറികടക്കാൻ എർദോഗാന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഇത് ടിക്ടോക്ക് ഇലക്ഷൻ എന്നാണ് ആളുകൾ പറയുന്നതെങ്കിൽ ഞാനിതിനൊരു സോഷ്യൽ മീഡിയ ഇലക്ഷൻ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷനിൽ പോലും ഇതിൻ്റെ ഒരു സ്വാധീനം വളരെ വ്യാപകമായി കണ്ടു എന്നുള്ളതാണ്. പിന്നെ ചില സംഭവങ്ങളുണ്ടായത് നമുക്കറിയാം. ഇപ്പോൾ ബംഗ്ലാദേശിൽ അവിടെ ഷെയ്ഖ് ഹസീന വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്നു. പക്ഷേ അധികാരത്തിലേക്ക് വന്നെങ്കിലും അവിടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന്. അതുകൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. അതിൻ്റെ തിക്തഫലവും അവരനുഭവിച്ചു. കാരണം അധികാരത്തിൽ വന്ന് വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അവർക്ക് ആ രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു അജ്ഞാത സ്ഥലത്ത് അവർ ഒളിവിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഷെയ്ഖ് ഹസീന വീണ്ടും തിരികെ ചെല്ലുമെന്ന അദ്ദേഹത്തിൻ്റെ മകനൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഉണ്ടായിട്ടില്ല. അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുങ്ങിയിട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഡ്രൈവ് ചെയ്യുന്ന, ബാക്ക് സീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഭരണമാണ് അവിടെ മുഹമ്മദ് യൂനൂസ് എന്ന് പറയുന്ന നൊബൽ പ്രൈസ് വിന്നറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അവിടെ വ്യാപകമായിട്ട് ഹിന്ദു ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനിലാണെങ്കിൽ നമുക്കറിയാം, അവിടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെയൊക്കെ പാർട്ടികളും ചേർന്ന് ഒരുമിച്ചൊരു ഭരണം കാഴ്ചവെക്കുകയാണ്. അവിടെ ഭരിക്കാൻ ഒരുപക്ഷെ സാധ്യത ഉണ്ടായിരുന്ന ഇമ്രാൻഖാനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഒഴിവാക്കാൻ വേണ്ടി നിരവധി അഴിമതി ആരോപണങ്ങൾ ചേർത്തുകയും, അല്ലെങ്കിൽ അഴിമതിയിലൊക്കെ തന്നെ വാസ്തവമുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം, ആ വാസ്തവമുള്ള അഴിമതിയൊക്കെ തന്നെ ചേർത്തുകയും അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിലടക്കുകയും ചെയ്തേക്കുകയാണ്. കൂടാതെ രാജ്യത്ത് നിരവധി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഉക്രൈൻ ഏതാണ്ട് കീഴ്പ്പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ എങ്കിലും പല പ്രതിരോധങ്ങൾ ഉക്രൈൻ ഉയർത്തുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ചില ബന്ധങ്ങൾ വഷളായിരിക്കുന്നു. അതും ഏതാണ്ട് യുദ്ധത്തോടടുക്കുന്നു എന്നാണെങ്കിൽ, ഈ ഉക്രൈൻ യുദ്ധം നേരത്തെ തുടങ്ങിയതാണ്, അത് 2024 തുടർന്നു എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കറിയാം 2023 ഒക്ടോബറിലാണ് 7-നാണ് ഈ പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പലസ്തീൻ, അതായത് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത്. ആ യുദ്ധം തുടങ്ങിയിട്ട് നമ്മുടെ മണിയാശാൻ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു. അതിനുശേഷം നമ്മുടെ യാഹിയ സിൻവർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസറുള്ള കൊല്ലപ്പെട്ടു. ഇങ്ങനെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഓൺ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ നമുക്കറിയാം, സിറിയയിലെ ഒരു വലിയ അട്ടിമറി നടന്നിരിക്കുന്നു. അവിടെ ബാഷർ അൽ അസദ് എന്ന് പറയുന്ന വർഷങ്ങളായി അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവിനെ, ഒരു ഡിക്റ്റേറ്ററെ, അല്ലെങ്കിൽ ഒരു ഏകാധിപതിയെ അവിടെ ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ടെററിസ്റ്റ് ഗ്രൂപ്പ് തന്നെയാണ് അവർ വന്ന് അട്ടിമറിച്ചിരിക്കുന്നു. അതും ഇസ്രായേൽ ഓൺ ചെയ്തിരിക്കുന്നു ഏറ്റവും ഒടുവിൽ. കാരണം ഇതിലും ഞങ്ങളുടെ കൈയുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. സാധാരണ ഒരു രാജ്യവും അങ്ങനെ തുറന്ന് സമ്മതിക്കാറില്ല. പക്ഷേ ഇത് ഇസ്രായേൽ എല്ലാം തന്നെ തുറന്ന് സമ്മതിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഇറാൻ്റെ പ്രസിഡന്റ് മരിച്ചതിലും കൂടി ഇസ്രായേലിന് കൈയുണ്ടോ എന്നുള്ളതാണ്. എന്താണെങ്കിലും അവർ പറഞ്ഞിട്ടില്ല.
അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അഖിലേന്ത്യാ തലത്തിൽ അന്തർദേശീയ തലത്തിൽ നടന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അമേരിക്കൻ പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അടിയറ പറഞ്ഞ് പിന്മാറി. അതിനുശേഷം കമലാ ഹാരിസാണ് അവിടെ മത്സരിച്ചത്. വലിയ വിശേഷമൊന്നും ഉണ്ടായില്ല. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വലിയ അഭ്യാസി, അദ്ദേഹം അവിടെ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചിരിക്കുന്നു. അദ്ദേഹം അധികാരം ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ ജാനുവരിയിലെ 3-ാമത്തെ ആഴ്ചയാണ് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുക. ഇനി അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ ലോകത്ത് കുറേ കൂടി സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആകെ ഒരു രക്തചുരുക്കം അന്തർദേശീയ തലത്തിൽ നടന്നതെങ്കിൽ, നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കണ്ടിട്ടുള്ളത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ജാനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ തന്നെ BJP സഖ്യം 400 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും, 3-2 സീറ്റുകളിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ കാരണം അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ്. പക്ഷേ ആ പ്രതിഷ്ഠ നടന്നെങ്കിലും ഒരു ഇഷ്യൂ സോൾവായി പോയത് കൊണ്ടായിരിക്കാം പിന്നീട് അയോധ്യയിലെ രാമക്ഷേത്രം ഇരിക്കുന്ന ഫൈസാബാദ് അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ BJPയുടെ സീറ്റുകൾ കുറയുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് 303-ൽ നിന്ന് 240 സീറ്റുകളായിട്ട് BJP താഴേക്ക് പോയി. അതായത് നരേന്ദ്രമോദിയുടെ ഒരു പ്രഭ മങ്ങി എന്നുള്ളതാണ്. അന്ന് തന്നെ ഞാൻ നിങ്ങളോടൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, മിക്ക ആളുകളും പറയുന്നത് ഇത്തരത്തിലൊരു മുന്നണി സംവിധാനത്തെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നൊക്കെ നിരവധി വിമർശനങ്ങൾ വന്നപ്പോൾ അങ്ങനെയൊന്നുമല്ല. നരേന്ദ്രമോദി കൃത്യമായി മുന്നണി സംവിധാനങ്ങൾക്കനുസരിച്ച് പാകപ്പെടുമെന്നും സഖ്യ കക്ഷികളെ അദ്ദേഹം കൂടെ നിർത്താൻ തയ്യാറാകുമെന്നും അതിനുള്ള എല്ലാ ഐഡിയയും അല്ലെങ്കിൽ തന്ത്രവും ഒക്കെ അറിയാവുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡിൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രശേഖർ റാവുവിൻ്റെയൊക്കെ പാർട്ടിയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സഖ്യകക്ഷികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അന്ന് തന്നെ നമുക്കറിയാം പ്രശാന്ത് കിഷോർ നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. ഈ ഒരൊറ്റ തോൽവി കൊണ്ട് ഇന്ത്യ മുന്നണി ശക്തമാവുകയോ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കോ NDAയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുകയോ BJPക്കുള്ളിൽ തന്നെ നിന്ന് നരേന്ദ്രമോദിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ വേണമെങ്കിൽ മാറ്റപ്പെടുന്നൊരവസ്ഥ പോലും ഉണ്ടാവില്ല. പകരം ഇത് സംഭവിച്ചു. പക്ഷേ 2-3 അടുത്ത തെരഞ്ഞെടുപ്പുകൾ കൂടി നോക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു. അങ്ങനെ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടതുകൊണ്ട് ഹരിയാനയിലും അതുപോലെ മഹാരാഷ്ട്രയിലും, ഹരിയാനയിൽ BJPക്ക് തോൽവി ഉണ്ടാകുമെന്നെല്ലാവരും പറഞ്ഞ സ്ഥലത്ത് BJP ജയിച്ചിരിക്കുന്നു. കൂടാതെ മഹാരാഷ്ട്ര, അത് നമുക്കറിയാം, വലിയ പണമൊഴുകുന്ന ഒരു സംസ്ഥാനമാണ്, ഇന്ത്യയുടെ ബിസിനസ് ക്യാപിറ്റലാണ്. അവിടെയും ഏതാണ്ട് 5-4 ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരത്തിലേക്ക്, BJPയുടെ മുന്നണി മഹായുതി സഖ്യം അധികാരത്തിലേക്ക് വന്നു. ഇതിനിടയിലും പ്രതിപക്ഷത്തിനും ആശ്വസിക്കാവുന്നൊരു കാര്യമുള്ളത്, ജാർഖണ്ഡിലും ജമ്മു കാശ്മീരിലും ഈ 2 സംസ്ഥാനങ്ങളിലും മറ്റു വലിയ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയായിട്ടാണെങ്കിലും ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സഹായിച്ചു. കോൺഗ്രസ് ഈ 2 സംസ്ഥാനങ്ങളിലും വലിയ പ്ലെയറല്ല. കൂടാതെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വളരെ കൃത്യമായി പ്രവർത്തിക്കാനും നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ കലാപം ഇപ്പോഴും തുടരുന്നു, വളരെ അശാന്തമായി തുടരുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം BJPയും RSSും തമ്മിലുള്ള ഒരു സംഘട്ടനവും പോലും കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം RSS കുറച്ചുകൂടി മിതവാദിയായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. RSSൻ്റെ സർസംഘചാലകെങ്കിൽ അതിനോട് യോജിക്കാത്ത BJP നേതാക്കന്മാരുടെ എണ്ണവും ഒക്കെ കൂടി വരുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കാണുന്നത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സാധാരണ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് ചർച്ചയാവുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് പിണറായി വിരുദ്ധ വികാരവും അതുപോലെ സർക്കാരിൻ്റെ നടപടികളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ 20 സീറ്റിൽ 18 എണ്ണത്തിലും CPM 19 എണ്ണത്തിലും CPM തോറ്റു. ഒരെണ്ണത്തിൽ BJP ജയിച്ചു. ബാക്കി 18 എണ്ണത്തിലും കോൺഗ്രസ് ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സീറ്റിൽ, അതായത് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന CPMൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം ജയിച്ചത്. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നെ അടുത്തത് നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPMൽ നിന്നുള്ള ഒരു നയവ്യതിയാനം ഉണ്ടായിരിക്കുന്നു. അതുവരെ NRCയും അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയവും ഒക്കെ വലിയ തോതിൽ പ്രചരണ ആയുധമാക്കിക്കൊണ്ടിരുന്ന CPM അതിൽ നിന്നും പിന്മാറുകയും
CPM മെക്സവനെതിരെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും നിരവധി തീവ്ര പ്രസ്ഥാനങ്ങൾ, ഫ്രിഞ്ച് എലമെൻറ്റ്സ് എന്ന് വിളിക്കാവുന്ന മുസ്ലിം സമുദായത്തിനടക്ക് തന്നെ വളർന്നു വരുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ BJPയേക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടിയായി CPM മാറുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ അത് മെക്സവനെതിരെയുള്ള ഒരു പ്രചരണമായി കൂടി ഏറ്റവും ഒടുവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് 3 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ആ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് നമുക്കറിയാം ചേലക്കരയിലായിരുന്നു. ചേലക്കരയിൽ CPMന് ആശ്വാസമായിക്കൊണ്ട് ഒരു തലസ്ഥിതി നിലനിർത്താൻ CPMന് കഴിഞ്ഞു. കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള 39,400 വോട്ടുകളുടെ ഭൂരിപക്ഷമൊന്നും അവർക്ക് കിട്ടിയില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു 12,000 വോട്ടുകളുടെ ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ അവിടെ CPMന് ജയിക്കാൻ കഴിഞ്ഞു. അത് വലിയ രീതിയിലുള്ള ഒരു സാന്ത്വനം CPMന് നൽകി. അതേസമയം പാലക്കാട് ഷാഫി പറമ്പലിൻ്റെ സീറ്റായിരുന്നു. പക്ഷേ ആ ഷാഫി പറമ്പലിൻ്റെ സീറ്റിൽ ഞാൻ ഏതാണ്ട് പ്രവചിച്ചതുപോലെ തന്നെ 14,840 വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറി എന്നുള്ളതാണ്. പിന്നെ വയനാട്ടിൽ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കഴിഞ്ഞ തവണത്തേനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി 4 ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധി കൂടി ജയിച്ചിരിക്കുന്നു. ആ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ അത് നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രിയും കൂടി അത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അത് കേരളത്തിൽ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുക എന്നൊക്കെയാണ് ഇപ്പോൾ ഈ 31-ാം തീയതി അടക്കമുള്ള സ്ഥലങ്ങളിൽ. ഇതെല്ലാമാണ് രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ചതെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക രംഗത്ത് സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആളുകൾക്ക്, കുറച്ചെങ്കിലും ബോധമുള്ള ആളുകൾക്കൊരു തിരിച്ചറിവുണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം. അതായത് സിനിമകളിൽ കാണുന്ന, തിരശ്ശീലയിൽ കാണുന്ന നന്മയുടെ നിറകുടങ്ങളല്ല ഈ താരങ്ങളെന്നും, പകരം അവരൊക്കെ വളരെ ദുർബലരായിട്ടുള്ള മനുഷ്യരാണെന്നും പലപ്പോഴും സാധാരണ മനുഷ്യരെക്കാൾ ക്രൂരന്മാരാണെന്നും ഒക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. പിന്നെ അതിൻ്റെ പേരിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നിരവധി സിനിമയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും വന്ന് മീറ്റു മോഡലിലുള്ള ചില പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിക്കുന്ന, ചില അനുഭവങ്ങളൊക്കെ വിളിച്ചു പറയുന്ന കാര്യം കൂടിയുണ്ടായി. അതിൻ്റെ പുറത്ത് നിരവധി കേസുകൾ വന്നു. അതിൽ നടൻ സിദ്ദിഖിന് വലിയ തട്ട് കിട്ടി, മുകേഷ് തട്ട് കിട്ടി. ഇതൊക്കെ കൂടാതെ AMM എന്ന് പറയുന്ന സംഘടന തന്നെ വലിയ പ്രതിസന്ധിയിലായി. മോഹൻലാൽ വന്ന് പത്രക്കാരുടെ മുമ്പിൽ വെള്ളം കുടിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു. ഇങ്ങനെ അതീവ സങ്കടകരമായ അല്ലെങ്കിൽ അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ AMMയൊക്കെ നടന്നു പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അതിനൊക്കെല്ലാം ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPMൻ്റെ നേതാക്കന്മാരും സജി ചെറിയാനും ഒക്കെ ഇടപെടുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു സാംസ്കാരിക രംഗത്ത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കണ്ടത് MT വാസുദേവൻ എന്ന് പറയുന്ന, വാസുദേവൻ നായർ എന്ന് അറിയപ്പെടുന്ന, MT എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നിര്യാണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ ഒരുപക്ഷെ വളരെ ചെറുപ്പം മുതൽ വായിച്ചു തുടങ്ങിയിട്ടുള്ള ചെറുകഥകളും അതുപോലെ നോവലുകളും ഒക്കെ അടക്കമുള്ള നിരവധി നോവലുകൾ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് MT വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരളത്തിന് വലിയ രീതിയിലുള്ള ദുഃഖമുണ്ടാക്കി. അതാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചതെങ്കിൽ പിന്നീട് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യ കണ്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും സൗമ്യനായ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കൂടി വിട പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിനെല്ലാത്തിനും ഒടുവിലാണ് ഈ 2024 ഇങ്ങനെ കടന്നുപോയത്. ഈ 2024 സംഭവിച്ച ഈ സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ മറുനാടനിലും അതുപോലെ തന്നെ ക്രൈമിലും മറ്റു പല ചാനലുകളിലുമായി നിരവധി തവണ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വിശദാംശങ്ങളിലേക്ക് കടക്കാതിരുന്നത്. പിന്നെ ഈ ചാനലിലുമൊക്കെ മിക്കവാറും നിങ്ങൾ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ 2024 എന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം, ഞാനിത് 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണെങ്കിലും അന്ന് മെയ് 2 ഒരു 2021 പിണറായി വിജയൻ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയാൻ വേണ്ടി അതിനൊരു റെക്കോർഡ് ഉണ്ടാകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഞാൻ ഈ ചാനൽ വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് പുനരുജ്ജീവിപ്പിച്ചത്. ആ പുനരുജ്ജീവിപ്പിച്ച ഏതാണ്ട് 2 മാസങ്ങൾക്കുള്ളിൽ 15,200 വരുന്ന സബ്സ്ക്രിപ്ഷൻ എനിക്കുണ്ടായി എന്നുള്ളതിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സോ അത്തരത്തിലുള്ള ഒരു തുടർച്ച നിങ്ങളുടെ ഭാഗത്തു നിന്ന് സഹകരണം വീണ്ടും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും 2025 എൻ്റെ ഹൃദയം നിറഞ്ഞ നവവത്സരാശംസകൾ. നിങ്ങൾക്കും ഈ 2025 ഒരുപാട് ശുഭപ്രതീക്ഷയോടുകൂടി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ.